ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വർമ്മ സാറാ? ആ സാറേ. നീ എവിടെയാ? ഞാൻ വീട്ടിലാ. ആ, നീ വേഗം ഋതികയും കൂട്ടി നേരെ ഓഫീസിലേക്ക് വാ. ശരി സാർ. ഞാൻ ആരെയും ചതിക്കാറില്ല. പറഞ്ഞ ക്യാഷ് സാന്ദ്രയ്ക്ക് എണ്ണി നോക്കാം. എണ്ണി നോക്കുന്നില്ലേ? എന്തിന്? സാറിന് എനിക്ക് വിശ്വാസം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ധാരണയിലെത്തിയതാ. എന്ത് ധാരണ? മേലാൽ എന്നെ സാറൊന്ന് വിളിക്കില്ലെന്ന്. സോറി ദീപക്കെ. എന്നാ ഞാനൊരു കോൾ ചെയ്യട്ടെ? ആ ശരി. ദീപക്കെ. ആ അമ്മേ, എല്ലാ കാര്യങ്ങളും ഡബിൾ ഓക്കെ. വല്യമ്മാവനെ കൂട്ടി അമ്മ വേഗം ഓഫീസിലേക്ക് വാ. ഞാൻ ഉടനെ അങ്ങ് എത്തിക്കാം. എല്ലാം ഓക്കെ അല്ലേ? ഡൺ. അപ്പൊ അവള് നേരെ പുറത്തേക്ക്. യെസ്. കൺഗ്രാറ്റുലേഷൻസ് മൈ ഡിയർ. ദീപക്കെ, ഇത് ഓഫീസാ. ഓക്കെ ഓക്കെ. പ്രതാപ, ഒന്ന് വേഗം വന്നേ. വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് ഓഫീസിലേക്ക് ഒന്ന് പോണം. ഏത് ഓഫീസിലേക്ക്? നമ്മുടെ കമ്പനി ഹെഡ് ഓഫീസിലേക്ക്. അതെന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നേ? നീ വന്നേ. ഇവൾ അടിപടലം തകർന്നിരിക്കുക. ചില ചുടലപ്പിശാശികൾ നടക്കുന്നത് പോലെ മ്ലാവിയാ നടപ്പ്. മണ്ണിനും ചുണ്ണാമ്പിനും പ്രയോജനമില്ലാത്ത ആ രാധമ്മയുടെ അടുത്താ അവളുടെ പോക്ക്. അവരുടെ കുശലം പറച്ചിലൊന്ന് കേക്കണമല്ലോ. മോളെ ഞാൻ കാത്തിരിക്കായിരുന്നു. മോളൊന്നും ചെയ്യണ്ട, ദാ ഇവിടെ ഇരുന്നാ മതി. വേണ്ട രാധമ്മ, അല്ലെങ്കിൽ തന്നെ എനിക്ക് രാധമ്മയെ സഹായിക്കാനുള്ള മൂടൊന്നുമില്ല. മോളെ, രാധമ്മ നേരത്തെ പറഞ്ഞതല്ലേ, എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും അതൊക്കെ മാറിക്കോളും. മോളെ സ്നേഹിക്കുന്നവരാ ഈ വീട്ടിലെല്ലാവരും. അങ്ങനെയുള്ളവർ ചുറ്റുമുള്ളപ്പോ മോളെന്തിനാ വിഷമിക്കുന്നേ? എല്ലാ പ്രശ്നങ്ങളും തൽക്കാലത്തേക്കുള്ളതാ. അത് രാധമ്മ പറഞ്ഞത് ശരിയാ. ദൈവമേ, ഈ ഏടാക്കൂടം വാതിലിൽ തൂങ്ങി നിപ്പുണ്ടായിരുന്നു. ഇതൊരു കായംകുളം വാള, എവിടെ തൊട്ടാലും മുറിയും. കൃതിക മോക്ക് എന്തോ സങ്കടം ഉണ്ടെന്ന് ഈ വല്യമ്മയ്ക്ക് മനസ്സിലായി. ഒരാൾ സങ്കടപ്പെട്ടിരിക്കുമ്പോ വന്ന് സഹകരിക്കാനോ സമാധാനപ്പെടുത്താനോ എന്നെ കിട്ടില്ല. അത് ശരിയല്ല. കരയട്ടെ. അല്ല, കരയേണ്ട സങ്കടങ്ങൾ കരഞ്ഞു തന്നെ തീർക്കണം. അല്ല രാധമ്മേ? ആ, എനിക്കറിഞ്ഞൂടാ. രാധമ്മയ്ക്കിട്ടെന്താ കടന്തൽ കുത്തിയോ? അല്ല, മുഖം ഏതാണ്ട് മാതിരി ഇരിക്കുന്ന. ഇവരോട് വർത്താനം പറഞ്ഞോണ്ടിരുന്ന എന്റെ ശരീരത്തിലും ചെളി പടരും. മിണ്ടാതിരിക്കാം. മനുഷ്യന് ദുഃഖവും കണ്ണീരും ഒക്കെ കൂടപ്പറപ്പാ. കരഞ്ഞു തീർത്താലേ അതിനൊരാശ്വാസം കിട്ടൂ.
ദാ എന്നെ നോക്ക്, ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കരഞ്ഞിട്ടില്ല. ജനിച്ചു വീണപ്പോഴും കരഞ്ഞിട്ടില്ലേ? അത് നമ്മൾ ഓർക്കുന്നില്ലല്ലോ. പക്ഷേ ഞാൻ പറന്നു വീണപ്പോ കരഞ്ഞിട്ടില്ലെന്നാ എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ കൂലിക്ക് കരയാൻ പോകാറുണ്ട് കേട്ടോ. ആ, ഒരു ദിവസം 1000 രൂപയ്ക്ക് വരെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. 1000 രൂപയ്ക്ക് കരഞ്ഞെന്നോ? ആ, ഈ വലിയ വലിയ മുതലാളിമാരുടെ വീട്ടിലെ ഈ വല്യപ്പച്ചന്മാര് മരിച്ചാല് അവര് കൂലിക്ക് കരയാൻ ആളിനെ വിളിക്കും. ഒരു ദിവസം ഞങ്ങളുടെ നാട്ടില് അടുപ്പിച്ച് ഒരു 3 മുതലാളിമാരുടെ തന്തമാര് മരിച്ചു. മഹാദുഷ്ടന്മാരായിരുന്നു 3 പേരും. എങ്കിലും ഞാൻ കൂലിക്ക് പോയി നെഞ്ചത്തടിച്ച് കരഞ്ഞു. പക്ഷേ ഇടയ്ക്ക് ചത്ത് കിടന്ന ഒരുത്തനെ അവന് പണ്ട് തെങ്ങ പിടിച്ച് കെട്ടിയ കാര്യം ഓർത്ത് കരച്ചിലിനിടയിൽ ഞാനൊന്ന് ചിരിച്ചു. അവര് 500 രൂപ കുറച്ച്. ഇവരെ അടുത്ത് വന്ന് ഇരുന്നാ മതി. പരദൂഷണമായിരിക്കും, പക്ഷെ തരക്കാരായിരിക്കും. ചിരിക്കാൻ പറ്റും. ഇന്ന് അളിയന്റെ അമ്മയുടെ നേതൃത്വത്തിലാണോ കുക്കിംഗ്? അയ്യോ, എനിക്കൊരു നേതൃത്വം വേണ്ടേ. പണ്ട് പഞ്ചായത്ത് ഇലക്ഷന് ഞാനൊന്ന് മത്സരിച്ചതാ. 19 വാർഡുള്ള പഞ്ചായത്തില് 9 ഒരു പക്ഷവും 9 മറ്റേ പക്ഷവും ജയിച്ച്. ഒരു വാർഡില് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന ഞാനും ജയിച്ച്. അതെങ്ങനെ? അല്ല, അത് എനിക്കെതിരായി നിന്നതേ ഒരു സാറായിരുന്നു. എന്നോട് മത്സരിക്കാനില്ലെന്നും പറഞ്ഞുകൊണ്ട് അയാൾ പത്രിക പിൻവലിച്ച്. 9 ഞാനും. പഞ്ചായത്ത് ഭരണം എന്റെ ഒറ്റ വോട്ടിന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ പ്രസിഡന്റ് ആക്കണോന്ന്. ഷോ, അവന്മാരെല്ലാം കൂടെ വന്ന് എന്റെ കഴുത്തിന് ചുറ്റി പിടിച്ചിട്ട് എന്റെ രാജി എഴുതി വാങ്ങിച്ച്. വർമ്മ സാറാ? ആ സാറേ. നീ എവിടെയാ? ഞാൻ വീട്ടിലാ. ആ, നീ വേഗം ഋതികയും കൂട്ടി നേരെ ഓഫീസിലേക്ക് വാ. ശരി സാർ. വേഗം റെഡിയാവ്. ഓഫീസിൽ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അല്ല, എന്താണ് ഇതിൽ നടന്ന കുഴപ്പം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയൂ. വിശദീകരിച്ചു കൊടുക്ക് സാന്ദ്ര. പ്രതാപന് മനസ്സിലാവണ്ടേ? സർ, ഇത് US ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള കമ്പനിയാ. ഫ്രെഡി മാർക്ക് അസോസിയേറ്റ് കമ്പനി. ഈ കമ്പനിയിലേക്ക് പോവേണ്ട എമൗണ്ട് ഋതിക മാഡം കൃത്യമായി ഒപ്പിട്ട് കൊടുക്കാത്തത് കൊണ്ടും അക്കൗണ്ട്സിൽ ഒത്തിരി ക്രമക്കേടുള്ളത് കൊണ്ടുമാണ് കമ്പനി ഈ പെനാൽറ്റി ചുമത്തിയിരിക്കുന്നത്. അകലെ